സന്തോഷം, സങ്കടം, ദേഷ്യം, അസൂയ ഇങ്ങനെ ഒരുപാട് വികാരങ്ങൾ ഉൾക്കൊണ്ടതാണ് ഒരു മനുഷ്യൻ അല്ലേ. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലർക്ക് സങ്കടമായിരിക്കാം അധികം എക്സ്പ്രസ്ഡ് ആവുന്ന ഇമോഷൻ. ചിലർ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കും, അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലിരിക്കുന്നവരുണ്ടാവും. എന്ത് തന്നെ പുറത്ത് നടന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും എന്നുള്ളവർ. ചിലവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല, ഭയങ്കര ദേഷ്യമായിരിക്കും. ഇതിനിടയിലൊരു വികാരം പറയാൻ മറന്നുപോയി, പിണക്കം. പിണക്കം എപ്പോഴും മിണ്ടിയ പിണങ്ങുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജലസി. ജലസി എന്നുള്ളൊരു ടോപ്പിക്കാണ്. അസൂയ. ആർ യു ജലസ്? അസൂയ ഉണ്ടോ? കേൾക്കുമ്പോഴേക്കും പറയും, എനിക്ക് അസൂയൊന്നുമില്ല. അസൂയ എന്ന് പറഞ്ഞ വേർഡ് തന്നെ എൻ്റെ ഡിക്ഷണറിയിലില്ല എന്നല്ലേ ഇപ്പം ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതെല്ലാം ബേസിക് ഹ്യൂമൻ ട്രേറ്റ്സിൽ ഉൾക്കൊണ്ട ഒരു സംഗതിയാണ്. നമുക്ക് അസൂയ ഇല്ല എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ഒരാൾ നമ്മളെക്കാൾ മുന്നിലേക്ക് പോകുമ്പോൾ, ഒന്ന് പ്രോഗ്രസ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും അസൂയ എവിടെയെങ്കിലും തോന്നും അല്ലേ. അതൊരു തെറ്റായ വികാരമായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിത്രീകരിച്ച് ഇരിക്കുന്നത്. അസൂയ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മോശമാണ് എന്നുള്ളത്. അതെ, മോശം തന്നെയാണ്. നെഗറ്റീവ് ആയിരിക്കുകയാണെങ്കിൽ അത് മോശമാണ്. ആ അസൂയ കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇമോഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇത്തിരി മോശമുള്ള കാര്യമാണ്. പക്ഷേ ജലസി എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് കേൾക്കുമ്പോഴേ വണ്ടർ ആവുന്നില്ലേ, എങ്ങനെയാണ് ഒരു ജലസി എന്നുള്ള വേർഡ്, അസൂയ എന്നുള്ള വികാരം, ഇമോഷൻ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളത്. എനിക്ക് ഒരാൾ വലിയൊരു പാലസ് വാങ്ങി അല്ലെങ്കിൽ ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു വീട് വാങ്ങി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അസൂയ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? കാരണം അത്രയും വലിയ ബംഗ്ലാവ് ചിലപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുവരാൻ, ക്ലീൻ ചെയ്യാനും ഒന്നും എനിക്ക് സാധിച്ചു എന്ന് വരില്ല. So do I need that much big house? No. Whatever I need, that only I should jealous about. എനിക്ക് ചിലപ്പോൾ അതിൽ അസൂയ ഉണ്ടായിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അത്രയും വലിയൊരു വീട് എനിക്ക് കിട്ടിയിട്ട് ഉപകാരപ്രദമാവില്ല. അപ്പം നമുക്ക് എന്തുണ്ടാക്കാൻ ശ്രമിക്കണം, നമുക്ക് എന്താണോ അനുയോജ്യമായിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ ഉൾക്കൊള്ളാം. എന്നെപ്പോലെ ഉള്ള ഒരാൾ, ഒരു 30 വയസ്സുള്ള ആൾ, ഒരു 40 വയസ്സുള്ള ആൾ ഒരു നല്ല വീട് വാങ്ങിയെന്ന് കേൾക്കുമ്പോൾ ആ അസൂയ എന്നുള്ള വികാരം ഒബിയസ്ലി ഉണ്ടാവാം. പക്ഷേ വി ക്യാൻ ട്രൈ ടു ബൈ എ ഹൗസ് ലൈക്ക് ദാറ്റ്. അവൻ എന്നേക്കാൾ മുന്നിൽ ഓടുന്നുണ്ട്. സോ ഡോണ്ട് ബി സോ ജലസ്. ജലസ് ആവണ്ട. ഹ്യൂമൻ ട്രേറ്റ് ആയിട്ട് വരും, ആ ഒരു ഇമോഷൻ വരും, ജലസി എന്നുള്ളത്. ബട്ട് യു ക്യാൻ കൺട്രോൾ ആൻഡ് യു ക്യാൻ ഫ്ലിപ്പ് ദാറ്റ് ഇമോഷൻ. യു ക്യാൻ ഫ്ലിപ്പ് ഇൻ ടു എ മോട്ടിവേഷണൽ ഡിസയർ. യു ക്യാൻ ബി മോട്ടിവേറ്റഡ് ഇൻ ദാറ്റ്. വീട് വാങ്ങി എന്നുള്ളതിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് കിട്ടി. കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഉണ്ടാവില്ലേ, അവൻ എന്നേക്കാൾ നല്ല ഡ്രസ്സ് അമ്മ എടുത്തു കൊടുത്തു. പറയാറില്ലേ വീട്ടിലൊരാൾ, അല്ലെങ്കിൽ 2 കുട്ടികളുള്ള വീടുകളിൽ എപ്പോഴും കേൾക്കുന്നതാണ്, അവനമ്മ എന്നേക്കാൾ നല്ല ഡ്രസ്സ് എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ അവനച്ഛൻ 2 or 3 ഡ്രസ്സ് എടുത്തു കൊടുത്തു, എനിക്ക് ഒരു ഡ്രസ്സേ തന്നിട്ടുള്ളൂ. അപ്പം അവിടെ കുട്ടിയായിട്ടുള്ള അസൂയകൾ അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തുടക്കം കാണാം. പക്ഷെ അവിടെ നമുക്ക് പറയാം, നിനക്ക് കിട്ടിയ ഡ്രസ്സും നല്ല ഭംഗിയുള്ളതാണ്, അതുപോലെ നിനക്കും ഞങ്ങൾ 2-3 ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയൊരവസരത്തിൽ നിനക്കും 2-3 ഡ്രസ്സൊക്കെ കിട്ടും. അങ്ങനെ എന്തൊക്കെയാണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ള സെൻറ്റൻസ് ഉപയോഗിച്ചാൽ കുട്ടിയോട് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ പറയാം. സോ ഷീ ഓർ ഹീ നെവർ ഫീൽ ജലസ് അബൌട്ട് ദ അതർ സിബ്ലിംഗ് ഇൻ ദ ഫാമിലി. ഫാമിലിയിലും നമുക്ക് കാണാം, ബ്രദർ കുറച്ച് നന്നായി പഠിക്കുവാണെങ്കിൽ സിസ്റ്ററിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ ഒരു ഇതുണ്ടാവാം. അതായത് ചെറിയൊരു ജലസി ഫീലിംഗ് ഉണ്ടാവും. അമ്മ എപ്പോഴും അവൻ്റെ കാര്യത്തിൽ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അമ്മ എപ്പോഴും അവളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന്. അത് കറക്റ്റായിട്ടുള്ള പാരൻറ്റിങ് കൊണ്ട് നമുക്ക് ആ ഒരു ഫീലിങ്ങിനെ, സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫീലിങ്ങിനെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. കാരണം നിനക്കുള്ളത് നിനക്കും, അവൾക്കുള്ളത് അവൾക്കും, അവനുള്ളത് അവനും, അവൾക്കുള്ളത് അവൾക്കുമാണെന്ന് കറക്റ്റായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുക. സോ ദർ ഇസ് നോ സ്പേസ് ഫോർ ജലസി ഇൻ എ ഫാമിലി. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലും ഉണ്ടാവും ജലസിട്ട്. ഒരേ കരിയറിലുള്ള ആൾക്കാരാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ കുറച്ച് ഉയർന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കരിയർ ഗ്രാഫ് ഹൈ ആണ് എന്നുള്ള രീതി വരുമ്പോൾ അവിടെ ജലസി ഉണ്ടാവാം. ബട്ട് ദർ ഈസ് എ റൂം ടു ഗ്രോ ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഒരുപോലെ വളരാൻ ഈ ലോകത്ത് സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളുടെ അസൂയ എന്നിട്ടുള്ള വികാരത്തിനെ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ചിന്തിക്കുക, എനിക്കും അദ്ദേഹത്തിനെ പോലെ, അല്ലെങ്കിൽ എനിക്കും അവളെപ്പോലെ വൈഫാണ് കുറച്ചുകൂടി കരിയറിൽ പുരോഗമിക്കുന്നതെങ്കിൽ
എനിക്കും അവളെപ്പോലെ പുരോഗമിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ ഉള്ളിൽ ജലസി എന്നുള്ളൊരു വികാരം കൂടുതലായിട്ട് വരുന്നുണ്ടോയെന്ന്. അത് നമ്മൾക്ക് തന്നെ നെഗറ്റീവായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ വേർഡ്സിൽ, നമ്മുടെ ഡീഡ്സിൽ, നമ്മുടെ മാനറിസത്തിൽ എന്തിലെങ്കിലും ജലസി ഉണ്ടോയെന്ന്. ചിലപ്പോൾ ഒരാൾക്ക് എല്ലാം ഉണ്ടാവാം, ധാരാളം പൈസ ഉണ്ടാവും, പക്ഷേ അവരുടെ ഫാമിലി ലൈഫ് നന്നാവില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീലിംഗ് ഉണ്ടാവും, നമ്മളെ ഒരല്പം ജലസായി തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ ഗംഭീരമാക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ചിലർക്ക് ചില സമയത്ത് തോന്നുന്ന ചെറിയ വികാരങ്ങളെ എങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പോസിറ്റീവ് ആക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അസൂയ ഒരു മോശം വികാരമല്ല, ഒരു മോശം ഇമോഷനല്ല. നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ജലസി അല്ലെങ്കിൽ എൻവി എന്നുള്ളൊരു വികാരത്തിന് ഉണ്ടെങ്കിൽ കൂടി അത് ഹൈ ആയി പോകുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാവുന്നത്. ദേഷ്യമായാലും സന്തോഷമായാലും സങ്കടമായാലും ഏതും നിയന്ത്രിക്കേണ്ട സ്ഥലത്ത് നിർത്തിയാൽ യാതൊരു പ്രശ്നവുമില്ല. സോ മേക്ക് വാട്ട് എവർ കംസ് ടു യു, മേക്ക് യുവർ സെൽഫ് ഹാപ്പി ആൻഡ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. മറ്റൊരാളെ എന്തും ആയിക്കോട്ടെ, എങ്ങനെയും അവർ സക്സസ്ഫുൾ ആയിക്കോട്ടെ, ആ ഹാപ്പിനെസ് നമ്മളിലേക്ക് എടുക്കുക. ലെറ്റ് എവ്രി വൺ വിൽ ബി സക്സസ്ഫുൾ, ലെറ്റ് എവ്രി വൺ മസ്റ്റ് ബി സക്സസ്ഫുൾ. അങ്ങനെ ചിന്തിക്കുക. നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ, എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കട്ടെ, എല്ലാവർക്കും നല്ല ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുക. അപ്പോൾ അവരുടെ കൂടെ നമുക്കും വളരാന്നേ. ജലസി ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. മറ്റുള്ള ഒരാൾ നമ്മളിൽ ജലസാണെന്ന് വിചാരിച്ച് കൂടുതൽ ബൗണ്ടറി കീപ്പ് ചെയ്യണമെങ്കിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ട്രൈ ടു ബി കൂൾ വിത്ത് ദ അതർ പേഴ്സൺ. എല്ലാവരും അവരവരുടെ ആകാശത്തിൽ പറന്നുയരട്ടെ, അല്ലേ? സന്തോഷമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ ജിത്ത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതണേ.